ഹലോ ഗുഡൻ ടാഗ് മൈ നാമ സെൽമസണ്ണെ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗെനറ്റിക് കേസിനെ കുറിച്ചാണ്. എന്താണ് ഈ ഗെനറ്റിക് കേസ്? ഗെനറ്റിക് കേസ് എന്ന് വെച്ചാൽ സിമ്പിളാക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു വസ്തുവിൻ്റെ ബിലോങ്സ് അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ ഓണർഷിപ്പ് കാണിക്കാനായിട്ടൊക്കെ ചെയ്യുന്ന ഒരു ഗ്രാമാറ്റിക്കാണ് ഗെനറ്റിക് കേസ്. ഗെനറ്റിക് കേസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് അതിൻ്റെ ആർട്ടിക്കിൾസിന് ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, നമ്മൾ കുറച്ച് ആർട്ടിക്കിൾസ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ബെസ്റ്റിമിറ്റ്, ഉൺബെസ്റ്റിമിറ്റ്, നെഗേഷൻ, പൊസസീവ് ആർട്ടിക്കിൾ. അപ്പോൾ ഈ ആർട്ടിക്കിൾസിന് എന്തുണ്ടാവും? ചേഞ്ചസ് ഉണ്ടാവും. ഒബ്വിയസ്ലി ഈ അക്വസൈഡ് ഡാറ്റയെ പോലെയാണ് നമുക്ക് ഗെനറ്റിവിലും ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അത് പഠിക്കണം. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ബെസ്റ്റിമിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ ദിയെ ഡിനോട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ബെസ്റ്റിമിറ്റ് ആർട്ടിക്കിൾ എത്ര കേസൊക്കെ പഠിച്ചിട്ടുണ്ട്? 4 കേസ്. ഒന്ന് മസ്കുലിൻ, ഫെമിനിൻ, ന്യൂട്രൽ, പ്ലൂറൽ. മസ്കുലിൻ നമ്മൾ എന്താ പഠിച്ചേക്കുന്നത്? ദർ എന്നാണ്. ഫെമിനിൻ നമ്മൾ എന്താ പഠിച്ചേക്കുന്നത്? ദി എന്നാണ്. ന്യൂട്രൽ നമ്മൾ എന്താ പഠിച്ചേക്കുന്നത്? ദസ്. പ്ലൂറൽ എന്താ പഠിച്ചേക്കുന്നത്? ദി. ഓക്കെ, ഇപ്പം ദർ എന്ന് പറഞ്ഞാൽ മസ്കുലിൻ ആർട്ടിക്കിളിനെ നമ്മൾ ഗെനറ്റീവിലോട്ട് കൊണ്ടുവരുമ്പോൾ ദർ എന്താകും? ദസ് ആകും. സ്പെല്ലിങ് നോക്കണം, DES, ദസ് അല്ല ദസ്. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പോൾ ഫെമിനിൻ ആയിട്ടുള്ള ദി നമ്മൾ ഗെനറ്റിക് കേസിലോട്ട് വരുമ്പോൾ ദി എന്താകും? ദർ ആകും, DER. അതേപോലെ തന്നെ ഇപ്പം ന്യൂട്രൽ ആയിട്ടുള്ള ദസ് ഗെനറ്റിക് കേസിലോട്ട് വരുമ്പോൾ ദസ് ആകും. സ്പെല്ലിങ് ശ്രദ്ധിക്കണം, DES. DAS എന്ന് എഴുതി കഴിഞ്ഞാൽ അവിടെ തെറ്റി. ഓക്കെ, DES ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്ലൂറൽ എന്താ വരും? ദി ഗെനറ്റിക് കേസ് വരുമ്പോൾ ദർ ആകും. അതേപോലെ തന്നെ അടുത്ത കേസാണ് ഉൺബെസ്റ്റിമിറ്റ് ആർട്ടിക്കിൾ. ഉൺബെസ്റ്റിമിറ്റ് ആർട്ടിക്കിൾ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഇംഗ്ലീഷിൽ എ എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ സിംഗുലർ എന്ന് പറയുന്നതിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സിംഗുലറേ ഉള്ളൂ എന്ന് കാണിക്കാനായിട്ടാണ് നമ്മൾ ഉൺബെസ്റ്റിമിറ്റ് ആർട്ടിക്കിൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഉൺബെസ്റ്റിമിറ്റ് ആർട്ടിക്കിൾ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? മസ്കുലിനി ഐൻ, ഫെമിനിനി ഐന്, ന്യൂട്രലി ഐൻ. ഓക്കെ, ഇപ്പോൾ മസ്കുലിൻ ഐൻ ഗെനറ്റിക് കേസിലോട്ട് വരുമ്പോൾ എന്താകും? ഐനസ് ആവും, ഐൻ പ്ലസ് ES. ഓക്കെ, അതേപോലെ തന്നെ ഫെമിനിൻ വരുമ്പോൾ ഐന് ഗെനറ്റിക് കേസിലോട്ട് വരുമ്പോൾ എന്താകും? ഐൻ പ്ലസ് ER. ഓക്കെ, അപ്പോൾ എന്താകും? ഐനർ. അതേപോലെ തന്നെ ന്യൂട്രൽ ഐൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ES ആഡ് ചെയ്യണം ഗെനറ്റിക് കേസിലോട്ട്. അപ്പോൾ ഐനസ്. ഇതിനെന്തില്ല? പ്ലൂറാലില്ല. നമ്മൾ ഒരിക്കലും എ എന്ന് പറഞ്ഞിട്ട് പ്ലൂറൽ പറയാറില്ല. സോ അതേപോലെ തന്നെ ഇപ്പോൾ ഐനെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്ലൂറൽ എഴുതാൻ പറ്റൂല. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് നെഗേഷനാണ്. നെഗേഷൻ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു നൗണിന് നെഗേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നൗൺ അവിടെ ഇല്ല എന്ന് പറയാനായിട്ടാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം മസ്കുലിനി നമ്മൾ എന്താ? കൈനാണ് നോമിനേറ്റ് പഠിച്ചിട്ടുള്ളത്. ഫെമിനി വരുമ്പോൾ എന്താവും? കൈനെ. ന്യൂട്രൽ വരുമ്പോൾ കൈൻ. പ്ലൂറൽ വരുമ്പോൾ കൈനെ. ഇപ്പോൾ മസ്കുലിൻ കൈൻ നമ്മളിപ്പോൾ ഗെനറ്റിലോട്ട് വരുമ്പോൾ കൈൻ എന്താവും? കൈനസ് ആവും. കൈൻ്റെ കൂടെ നമ്മൾ ES ആഡ് ചെയ്യണം. അതേപോലെ തന്നെ ഫെമിനിൻ വരുമ്പോൾ കൈനയുടെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? R ആഡ് ചെയ്യണം. അപ്പോൾ കൈനർ. അതേപോലെ തന്നെ ന്യൂട്രൽ വരുമ്പോൾ കൈൻ എന്താകും? ഗെനറ്റിലോട്ട് വരുമ്പോൾ കൈനസ് ആവും. കൈൻ പ്ലസ് ES ആഡ് ചെയ്യണം. അതേപോലെ തന്നെ പ്ലൂറൽ കൈൻ, അപ്പോൾ എന്താവും? കൈനയുടെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? കൈൻ പ്ലസ് ER, അപ്പോൾ കൈനർ. ഓക്കെ, ഇതൊക്കെ ഇനി അടുത്ത നോക്കുന്നതാണ് പൊസസീവ് ആർട്ടിക്കിൾ. നമ്മൾ പൊസസീവ് ആർട്ടിക്കിൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഒരാളിനെ പൊസസീവായിട്ട് പറയുന്ന കാര്യം, ഇപ്പോൾ എൻ്റെ, നിൻ്റെ, അവൻ്റെ, അവളുടെ, അതൊക്കെ പറയാനായിട്ടാണ് നമ്മൾ പൊസസീവ് ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മസ്കുലിൻ കേസ് നമ്മൾ പറയുമ്പോൾ ഇപ്പം ഇഷിൻ്റെ മൈൻ, അപ്പോൾ അത് ഈ മസ്കുലിൻ പറയുമ്പോൾ സിമ്പിളായിട്ട് പഠിക്കാനാണെങ്കിൽ മൈൻ പ്ലസ് ES. അപ്പോൾ മസ്കുലിൻ വരുന്ന എല്ലാ നൗൺസിൻ്റെയും പൊസസീവ് ആർട്ടിക്കിളിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യുക? ES ആഡ് ചെയ്യുക. അതേപോലെ ഫെമിനിൻ, അപ്പോൾ എന്താ? മൈനെ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ER ആഡ് ചെയ്യണം. അപ്പോൾ മൈനർ. അപ്പോൾ ഫെമിനിൻ വരുന്ന ജെൻഡർ കാണിക്കുന്ന ആർട്ടിക്കിൾസിന് പൊസസീവ് ആർട്ടിക്കിൾസ് വരുവാണെങ്കിൽ, ഗെനറ്റീവ് എഴുതുവാണെങ്കിൽ മൈൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ER ആഡ് ചെയ്യണം. അതേപോലെ ന്യൂട്രൽ പറയുമ്പോൾ എന്താ? സെയിം രീതി മസ്കുലിൻ നമ്മൾ പറഞ്ഞ കണക്ക് മൈൻ പ്ലസ് ES. അതേപോലെ പ്ലൂറാൽ പറയുമ്പോൾ മൈൻ പ്ലസ് ER. അപ്പോൾ എന്താ? മൈനസ്, മൈനർ, മൈനസ് എന്ന് പറയുമ്പോൾ എന്താ? അവിടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അത് മസ്കുലിൻ എന്ന് പറഞ്ഞാണ്. മൈനർ എന്ന് പറയുമ്പോൾ അവിടെ എന്തായി? ഫെമിനിൻ എന്ന് പറയുന്നതാണ്. ന്യൂട്രൽ എന്ന് പറയുമ്പോൾ അവിടെ എന്തോരും? മൈനസ് വരും. പ്ലൂറാലിന് വരുമ്പോൾ അവിടെ എന്ത് വരും? മൈനർ വരും. അതേപോലെ എല്ലാ പൊസസീവ് ആർട്ടിക്കിളും ഇപ്പോൾ ദൂവിൻ്റെ ആണെങ്കിൽ എന്താ? ഡൈനസ്, ഡൈനർ. അത് നിങ്ങൾ എന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഗെനറ്റീവിൻ്റെ കേസിൽ നമ്മൾ കുറച്ച് നോമൽസിന് ഈ എൻഡിങ്സ് കൊടുക്കും. എൻഡിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് ഇപ്പം ഫോർ എക്സാമ്പിൾ S അല്ലെങ്കിൽ ES നമ്മൾ ആഡ് ചെയ്യും. ഈ S അല്ലെങ്കിൽ ES നമ്മൾ എവിടെ ആഡ് ചെയ്യണം, ഏതൊക്കെ രീതിയിൽ ആഡ് ചെയ്യണമെന്നൊന്നും ആർക്കും അറിയില്ല. അറിയാവുന്നവർ തന്നെ എഴുതി വെക്കുമ്പോൾ എക്സാമിനേഷനൊക്കെ എഴുതുമ്പോൾ തെറ്റിച്ചും കൂടെ വെക്കാറുണ്ട്.
അപ്പോൾ നമുക്ക് മസ്കുലിൻ ന്യൂട്രൽ മാത്രമേ ഉള്ളൂ ഗെനറ്റീവ് കേസ് എസ് അല്ലെങ്കിൽ എസ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അത് എസ് അല്ലെങ്കിൽ എസ് ആഡ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് എന്തുണ്ട്, കുറേ റൂളുണ്ട്. ആ റൂള് നോക്കി മാത്രമേ നമുക്ക് എസ് അല്ലെങ്കിൽ എസ് ആഡ് ചെയ്യാൻ പറ്റൂ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മസ്കുലിൻ ന്യൂട്രലും പറയുന്ന നോമൻ അല്ലെങ്കിൽ നൗൺസിൻ്റെ എൻഡിങ് ലാസ്റ്റ് ഇ എൽ ഇ എം ഇ എൻ ഇ ആർ വരുവാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ആഡ് ചെയ്യണം, എസ് ആഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഫാദർ, ദി ഫാദർ, അത് ഗെനറ്റീവ് കേസിലോട്ട് മാറ്റി. അപ്പോൾ ദർ ഫാട്ടർ എന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ ദർ ഫാട്ടർ ഗെനറ്റീവ് വരുമ്പോൾ എന്താവണം, നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞേക്കുന്നത് ദർ എന്നുള്ള ദസ് ആകും. അപ്പോൾ ഫാട്ടർ, അപ്പോൾ ലാസ്റ്റ് എന്താ എൻഡിങ് വന്ന ഇ ആർ. അപ്പോൾ നമ്മൾ പഠിച്ച റൂൾ എന്താ, ഇ എൽ ഇ എം ഇ എൻ ഇ ആർ. അപ്പോൾ ഇ ആർ വരുവാണെങ്കിൽ നമ്മൾ എന്താ ആഡ് ചെയ്യണം, എസ് ആഡ് ചെയ്യണം. അപ്പോൾ ദസ് ഫാട്ടേഴ്സ്. ഓക്കെ, അത്രയും ക്ലിയർ അല്ലേ. അതേപോലെ തന്നെ ഇപ്പോൾ വവ്വൽസ്, ഫോർ എക്സാമ്പിൾ നമ്മൾ വവ്വൽസ് ഏതൊക്കെയാണ് പഠിച്ചേക്കുന്നത്, എ ഇ ഐ ഒ യു, ഇംഗ്ലീഷിലെ വവ്വൽസ് ലാസ്റ്റ് എൻഡിങ് വരുവാണെങ്കിൽ അത് പ്രത്യേകിച്ച് നോക്കണം. മസ്കുലിനും ന്യൂട്രലിനും മാത്രമേ ഈ കേസ് ബാധകമുള്ളൂ. ഓക്കെ, മസ്കുലിൻ ന്യൂട്രലും ഒരു നോമൻ അല്ലെങ്കിൽ നൗൺ ലാസ്റ്റ് എൻഡിങ് വവ്വൽസിൽ അവസാനിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം, എസ് ആഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ദസ് ഔട്ടോ, ദസ് എന്നുള്ളത് ആർട്ടിക്കിൾ ഗെനറ്റീവ് വരുമ്പോൾ എന്താകും, ദസ് ആകും, DES. അതേപോലെ ഔട്ടോ ലാസ്റ്റ് എന്തിലാണ് നമ്മൾ എൻഡിങ് ചെയ്തത്, വവ്വൽസിലാണ്. ഓ എന്ന് പറഞ്ഞാൽ വവ്വൽസ് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം, എസ് ആഡ് ചെയ്യണം. അപ്പോൾ ദസ് ഔട്ടോസ്. ഈ ഔട്ടോസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ പ്ലൂറലാക്കി തിങ്ക് ചെയ്യരുത്, കാരണം ഗെനറ്റീവ് കേസിലോട്ട് വന്നുകൊണ്ടാണ് നമ്മളിങ്ങനെ ആഡ് ചെയ്തത്. അതേപോലെ തന്നെ ഇപ്പം CHEN, ഇപ്പോൾ ഒരു നോമിനാറ്റീവ് എൻഡിങ്, ഒരു നോമൻ്റെ എൻഡിങ് വരുവാണെങ്കിൽ അത് മസ്കുലിൻ ആർട്ടിക്കിൾ ആവണം അല്ലെങ്കിൽ ന്യൂട്രൽ ആർട്ടിക്കിൾ ആവണം. ഇത് രണ്ടിൽ മാത്രം നമുക്ക് CHEN വരുവാണെങ്കിൽ അവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ് എസ്. ഫോർ എക്സാമ്പിൾ ബ്രോഡ്ഷൻ്റെ ലാസ്റ്റ് എന്താ എൻഡിങ് വന്നത്, CHEN ആണ്. അപ്പോൾ അതിനോട് നമ്മൾ എന്ത് ആഡ് ചെയ്യണം, എസ് ആഡ് ചെയ്യണം. അപ്പോൾ ബ്രോഡ്ഷൻ്റെ ആർട്ടിക്കിൾ എന്താ, ദസ്. അപ്പോൾ ദസ് എന്നുള്ളത് ഗെനറ്റീവ് വരുമ്പോൾ എന്തായി, ദസായി. ബ്രോഡ്ഷൻ ഗെനറ്റീവ് വരുമ്പോൾ എന്തായി, ബ്രോഡ്ഷൻസായി. അടുത്ത റൂൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു നോമൻ, ഇപ്പോൾ ഒരു മസ്കുലിൻ അല്ലെങ്കിൽ ന്യൂട്രൽ നോമൻ എൻഡ് ചെയ്യുന്നത് എസ് എന്ന് പറയുന്ന സൗണ്ടിലാണെങ്കിൽ, അപ്പോൾ നമ്മൾ അവിടെ വീണ്ടും എസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കേൾക്കില്ല, എസ് എന്നുള്ള പ്രൊണൗൺസിയേഷൻ, നമ്മൾ ഇട്ടു എന്നുള്ള പ്രൊണൗൺസിയേഷൻ കേൾക്കില്ല. അപ്പോൾ നമ്മളെന്താ ഇത്രയും കാര്യങ്ങൾ വരുവാണ്, എസ്, ഡബിൾ എസ് എന്ന് പറയുമ്പോൾ ബീറ്റ എസ്, എക്സ്, TZ, ഇതിൻ്റെയൊക്കെ പ്രൊണൗൺസിയേഷൻ എന്താ ലാസ്റ്റ് വരുന്നത്, എസ് എന്നുള്ള ഒരു ഷൂ എന്ന് പറഞ്ഞൊരു സൗണ്ടാണ് വരുന്നത്. സോ അവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ് ES. ഫോർ എക്സാമ്പിൾ ദസ് ഹൗസ് എന്ന് പറയുമ്പോൾ ദസ് എന്നുള്ള ഗെനറ്റീവ് വരുമ്പോൾ എന്താവും, ദസായി, DES, ദസ് ഹൗസിൻ്റെ കൂടെ ഞാൻ വീണ്ടും എസ് ആഡ് ചെയ്താൽ എന്താ, ഹൗസ് ഞാനല്ലേ വായിക്കത്തുള്ളൂ, പ്രത്യേകിച്ച് ഒരു ചേഞ്ച് ഇല്ല. അപ്പോൾ ഹൗസിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം, ES ആഡ് ചെയ്യണം. അപ്പോൾ എന്താ, ഹൗസസ്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത് എന്ത് ചെയ്യണം, എല്ലാം കൂടെ നമുക്ക് ഇപ്പോൾ എങ്ങനെ ഗെനറ്റീവ് സെൻറ്റൻസ് എഴുതേണ്ട കാര്യം നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഗെനറ്റീവ് സെൻറ്റൻസ് എങ്ങനെ എഴുതണം, ബിലോങ്സ് കാണിക്കാൻ നമ്മൾ പറഞ്ഞു. ഓക്കെ, ആദ്യമേ നമ്മൾ എഴുതേണ്ടതാണ് ഫസ്റ്റ് സെൻറ്റൻസ് സ്ട്രക്ചർ നമുക്ക് മനസ്സിലാകും. സെൻറ്റൻസ് സ്ട്രക്ചർ കഴിഞ്ഞാൽ ആദ്യമേ സബ്ജക്റ്റ്, ദെൻ വെർബ്, പിന്നെ എന്ത് കാര്യമാണ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ എന്താണ് ബിലോങ് ചെയ്യുന്നത് അവിടുത്തെ വസ്തു വേണം പോകാൻ, ഒബ്ജക്റ്റ്. അത് കഴിഞ്ഞിട്ട് ആ വസ്തു ആരുടെ അല്ലെങ്കിൽ ആരോട് ബിലോങ്സ് ചെയ്യുന്നു അവർ വേണം എന്ത് പോകാൻ, ആ ഫോർത്ത് പൊസിഷനിൽ പോകാൻ. ആ ഫോർത്ത് പൊസിഷനിൽ പോകുന്ന ആ ഒരു ആൾക്ക് മാത്രം അല്ലെങ്കിൽ ആ ഒരു നോമനായിരിക്കും എന്തുള്ളത്, ഈ ഗെനറ്റീവ് കേസിലോട്ട് വരുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞേക്കുന്ന റൂളൊക്കെ ബാധകമായിട്ടുള്ളത്. ബാക്കി സബ്ജക്റ്റിനും വെർബിനും പറയുന്ന അഡീഷണൽ കാര്യങ്ങൾക്കൊന്നും എന്തില്ല, ഈ ഗെനറ്റീവ് കേസ് അപ്ലൈ ചെയ്യേണ്ട. അപ്പോൾ ആ ഗെനറ്റീവ് കേസ് എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്താ പറഞ്ഞ, ബിലോങ്സ് കാണിക്കുന്ന ആ ഒരു നോമൻ അല്ലെങ്കിൽ ആ ഒരു നൗണിന് മാത്രമേ എന്തുള്ളൂ, ചേഞ്ച് സംഭവിക്കത്തുള്ളൂ. അത്ര ഓക്കെ അല്ലേ. ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ കാറ് മേടിക്കുന്നു. അപ്പോൾ അവർ സബ്ജക്റ്റ് ആയിട്ട് ആരാ വന്നത്, ഞാൻ. അപ്പോൾ സബ്ജക്റ്റ് ഇഷ്, എന്താ ചെയ്തത്, കൗഫൻ, ഞാൻ ടു ബൈ ചെയ്യല്ലേ. അപ്പോൾ ഇഷിൻ്റെ കൂടെ കൗഫൻ വരുമ്പോൾ എന്താ, ഇഷ് കൗഫെ. പിന്നെ എന്താ മേടിച്ചത്, കാർ, ദസ് ഔട്ടോ, ആരുടെ. അവിടെ ചോദ്യത്തിനാണ് നമ്മൾ എന്ത് പറയേണ്ടത്, ആ ബിലോങ്സ് ഉള്ള കാര്യം. അപ്പോൾ എന്ത് വരും, മൈൻ, ഫാട്ടറാണ്. അപ്പോൾ ഗെനറ്റീവ് വരുമ്പോൾ മൈൻ എന്താവും, മൈനസ്, കാരണം അതെന്തായി, മസ്കുലിൻ ആണ്. അച്ഛൻ എന്ന് പറയുന്നത് മസ്കുലിൻ ആണല്ലേ. സോ അപ്പോൾ എന്തായി, മൈനസ് ഫാട്ടർ, ലാസ്റ്റ് എന്ത് വന്നു, ER വന്നു. അപ്പോൾ നമ്മൾ എന്ത് ആഡ് ചെയ്യണം, റൂളിൽ പഠിച്ചിരിക്കുന്നത് എസ്. അപ്പം മൈനസ് ഫാട്ടേഴ്സ്. ഇത്രയാണ് ഒരു സെൻറ്റൻസ്. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യുക, നിങ്ങളും സെൻറ്റൻസ് എഴുതി കമൻറ്റ് ചെയ്യുക. ഇന്ന് പഠിപ്പിച്ച ഗെനറ്റീവ് കേസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
ഇതെന്ത് ചെയ്യുക, നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾ ഡെയിലി കുറേ എക്സാമ്പിൾസൊക്കെ എഴുതുക. പറഞ്ഞ റൂള് ബേസ് ചെയ്ത് വേണം നിങ്ങൾ കാര്യങ്ങൾ ഓരോന്നായി ചെയ്യാൻ. അടുത്ത വീഡിയോ കാണാം. ചൂസ് ദിസ് ബാൽ.